അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഷിഫ ഖുർആൻ തഫ്സീർ ക്ലാസ്സിൻ്റെ 21-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സൂറത്തുൽ മുൽക്കിലെ 21-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖ ബൽ ലജ്ജൂ ഫീ ഉതുവ്വിൻ വനുഫൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളോട് പറയുന്നത്, അമ്മൻ ഹാദല്ലദീ, ആരാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ ആരാണ് യർസുഖുകും, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനായി ആരാണുള്ളത്. ഇൻ അംസക്ക പിടിച്ചു വെക്കുകയാണെങ്കിൽ, തടഞ്ഞു വെക്കുകയാണെങ്കിൽ, റിസ്ഖഹു അവൻ്റെ റിസ്ഖിനെ, ഉപജീവനത്തെ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് പിടിച്ചു വെക്കുകയാണ് എങ്കിൽ ആരാണ് നിങ്ങൾക്ക് പിന്നീട് റിസ്ഖ് നൽകാനുള്ളത്, ഉപജീവനം നൽകാനുള്ളത്. ബൽ ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. ബല്ലജു അവർ മുരടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അടിമപ്പെട്ടിരിക്കുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫി ഉതുവ്വിൻ അഹങ്കാരത്തിൽ, വനുഫൂർ വിമുഖതയിൽ, വെറുപ്പ് കാണിക്കുന്നത്. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖ എന്ന് പറഞ്ഞാൽ ഐ അർരിസ്ഖു കുല്ലുഹു മിനല്ലാഹ്, എല്ലാ റിസ്ഖും ഉപജീവനവും റഹ്മാനായ റബ്ബിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഫലൗ അംസക അൻകും റിസ്ഖഹു ഫമല്ലദീ യുർസിലുഹു ലക്കും. അള്ളാഹു നിങ്ങളുടെ റിസ്ഖ് നിങ്ങളെ തൊട്ട് പിടിച്ചു വെച്ചാൽ ആരാണ് ആ റിസ്ഖ് നിങ്ങൾക്ക് പിന്നീട് അയച്ചു തരാനുള്ളത്. ഫഇന്നൽ ഖൽഖ ലാ യഖ്ദിറൂന അലാ റിസ്ഖി അൻഫുസിഹിം ഫകൈഫ ബിഗൈരിഹിം. മനുഷ്യന് സ്വന്തം റിസ്ഖ് തന്നെ നേടാനും കരസ്ഥമാക്കാനും അവന് സാധിക്കുന്നില്ല. സൃഷ്ടികൾക്ക് സ്വന്തം റിസ്ഖ് തന്നെ നേടാൻ സാധിക്കുന്നില്ല. ഫകൈഫ ബിഗൈരിഹിം, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ റിസ്ഖ് നൽകാൻ അവർക്ക് സാധിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം ദഹിപ്പിക്കാൻ പോലും അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിലേ, കാരുണ്യമുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അവിടെ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്ക് വേണം. നമുക്കിവിടെ അഹങ്കരിക്കാനുള്ള വകുപ്പുകളില്ല. ഫർറസ്സാഖുൽ മുൻഇം, റിസ്ഖ് ഏറെ നൽകുന്നവൻ, അനുഗ്രഹദാതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല, അല്ലദീ ലാ യുസീബുൽ ഇബാദ നിഅമത്തും ഇല്ലാ മിൻഹു. അടിയാറുകളായ, അടിമകളായ നമുക്ക് എന്തെല്ലാം നിഅമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ അതെല്ലാം ഇല്ലാ മിൻഹു, ആ റബ്ബിൽ നിന്നല്ലാതെയല്ല, റബ്ബിൽ നിന്നുള്ളതാണ്. ഹുവല്ലദീ യസ്തഹിഖു അൻ യുഫ്റദ ബിൽ ഇബാദ. അതുകൊണ്ട് ആ റബ്ബിനാണ് ഇബാദത്ത് സമർപ്പിക്കേണ്ടത്, അല്ല അവന് മാത്രമാണ് ഇബാദത്ത് സമർപ്പിക്കേണ്ടത്, അവനാണ് അതിന് അർഹതയുള്ളത്. വലകിന്നൽ കാഫിറൂൻ, എന്നാൽ സത്യനിഷേധികൾ, ലജ്ജു ഐ ഇസ്തമറു, അഥവാ അവർ തുടരുകയാണ്, ഫി ഉതുവ്വിൻ എന്ന് പറഞ്ഞാൽ ഐ ഖസ്വത്തിൻ, അവർ കാഠിന്യത്തിലാണ്, അവരുടെ ഹൃദയം കടുത്തുപോയിരിക്കുകയാണ്. വഅദമി ലീനിൻ ലിൽ ഹഖ്, അവർ സത്യത്തിനോട് ഒരു നൈർമല്യം അവർക്കില്ല, ലോലമായ ഹൃദയമല്ല അവർക്കുള്ളത്, അവർ കഠിന ഹൃദയത്തിൻ്റെ ആളുകളായിരിക്കുന്നു. വനുഫൂർ ഐ ഷുറൂദിൻ അനിൽ ഹഖ്, അഥവാ അവർ സത്യത്തിൽ നിന്നും ഓടുകയാണ്, സത്യത്തിനോട് വിമുഖത കാണിക്കുകയാണ്, സത്യത്തെ അവർ വെറുക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നാണ് റഹ്മാനായ റബ്ബ് ഈ ആയത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ഖ് നൽകിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് തടഞ്ഞു വെച്ചാൽ വേറെ ഒരാൾക്കും നമുക്ക് റിസ്ഖ് നൽകാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇതേ അഹങ്കാരത്തിൽ കഴിയുന്നവനേക്കാൾ വലിയ പരാജയപ്പെട്ട, അല്ലെങ്കിൽ വലിയ അക്രമി ആരുണ്ട് എന്നർത്ഥത്തിലാണ് റഹ്മാനായ റബ്ബ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം, അള്ളാഹു
തൻ്റെ ഉപജീവനം തടഞ്ഞു വെക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനായി ആരുണ്ട്? ആരുമില്ല. പക്ഷേ അവർ ധിക്കാരത്തിലും സത്യത്തോടുള്ള വിമുഖതയിലും കടുംപിടുത്തം കാണിക്കുകയാണ്. നമ്മുടെ ജീവിതവുമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഉപജീവനം നൽകുന്നത് ആരാണ്? അല്ലേ? നമ്മൾ വ്യക്തികളിലേക്ക് പറയും, എനിക്ക് ഭർത്താവാണ്, ഭർത്താവില്ലെങ്കിൽ എനിക്കിത് കിട്ടുമോ? എൻ്റെ മാതാപിതാക്കളില്ലെങ്കിൽ എനിക്കിത് കിട്ടുമോ? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ബോസ് ഇല്ലെങ്കിൽ എനിക്ക് കിട്ടുമോ? അതൊക്കെ കാരണങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ റിസ്ക് വരുന്നത് മിനല്ലാ, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അചഞ്ചലമായ വിശ്വാസം, അതിലേക്ക് പോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി സമർപ്പിക്കാൻ, അൽഹംദുലില്ലാ പറയാൻ, നമുക്ക് കിട്ടുന്ന ഏതൊരു റിസ്ക്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിശേഷിച്ചും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയാനുള്ള, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ, നമുക്ക് കിട്ടുന്ന ഉപജീവനത്തിൽ റഹ്മാനായ റബ്ബിനോട് സ്തുതിയർപ്പിക്കാൻ, അള്ളാഹുവിനോട് ഹംദ് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. പരാതികളല്ല വേണ്ടത്, കുറഞ്ഞുപോയതിനെക്കുറിച്ചല്ല, ഇല്ലായ്മയെക്കുറിച്ചല്ല, ഉള്ളതിനെക്കുറിച്ച് ഹംദ് പറയുക എന്ന വലിയ ഒരു ഉത്തരവാദിത്തമാണ് ശുക്രിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ആക്ഷൻ സ്റ്റെപ്പിലേക്ക് പോരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ആക്ഷനിൽ കൊണ്ടുവരേണ്ടത് മനുഷ്യരോടുള്ള അമിത പേടി നമ്മൾ ഒഴിവാക്കുക. ഇന്നാൾ എന്നെ കൈവിട്ടാൽ എനിക്ക് എവിടെ നിന്ന് റിസ്ക് ലഭിക്കും, എൻ്റെ ജീവിതം അതോടെ തീരും, അങ്ങനെയൊന്നും നമ്മുടെ മനസ്സിലേക്ക് അത്തരത്തിലുള്ള ചിന്തകൾ വരേണ്ടതില്ല. നമുക്ക് ആരിലൂടെയാണോ റഹ്മാനായ റബ്ബ് റിസ്ക് നൽകുന്നത് അത് തടയപ്പെട്ടാൽ മറ്റൊരു മാർഗം, എൻ്റെ റബ്ബ് റസ്സാഖാണ്, എൻ്റെ റബ്ബ് റാസിഖാണ്, എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം റിസ്ക് നൽകുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് പുതിയ വഴി എൻ്റെ റബ്ബ് തുറന്നു തരുമെന്ന പ്രതീക്ഷയാകണം. അതിനനുസരിച്ച് റബ്ബുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ, അള്ളാഹുവിനോട് അടുക്കാൻ, ഇബാദത്തുകളിൽ സമയം ചെലവഴിക്കാനുള്ള ശ്രദ്ധയാകണം പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സംഗതി. ഒരിക്കലും കാരണങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യരുത്, കാരണങ്ങളിലല്ല നമ്മൾ ബരമേൽപ്പിക്കേണ്ടത്. മറിച്ച് ആ കാരണങ്ങൾക്കപ്പുറത്ത് ആ കാരണങ്ങളെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബുണ്ട്. ആ റബ്ബാണ് എനിക്ക് റിസ്ക് നൽകിയിട്ടുള്ളത്. അവൻ വായ കീറിയിട്ടുണ്ട് എങ്കിൽ ആ വായയുടെ ഉള്ളിലേക്ക് പോകാനുള്ള ഭക്ഷണം ആ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്ന വിശ്വാസമാകണം. ഗർഭപാത്രത്തിൽ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്തുന്ന സമയത്ത് വരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവന് ഈ ഭൂമി ലോകത്ത് കിട്ടാനുള്ള റിസ്ക് എന്താണ്? ആ റിസ്ക് അല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ റിസ്ക് പൂർത്തിയാക്കാതെ നമ്മൾ കണ്ണടച്ച് മരണപ്പെടുകയില്ല. ഈ വിശ്വാസമാകണം നമുക്കുണ്ടാകേണ്ടത്. അതോടൊപ്പം നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. സാമ്പത്തികമായ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉപജീവനത്തിൽ നമുക്ക് പ്രയാസം നേരിടുന്നുണ്ടോ? കച്ചവടത്തിൽ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അവിടങ്ങളിലൊക്കെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. വിശ്വാസം പറഞ്ഞു, മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ കാരണം ഒരു മനുഷ്യൻ്റെ റിസ്ക് തടയപ്പെടും. അതുകൊണ്ട് പാപങ്ങൾ ഒഴിവാക്കുകയും വന്നുപോയ പാപങ്ങളിൽ നിന്ന് മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.